വേനൽ കടുത്തതോടെ എപ്പോൾ വേണമെങ്കിലും കണ്ടുമുട്ടാവുന്ന പുലിയെ പേടിച്ച് കഴിയേണ്ട അവസ്ഥയിലാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ. ഇതിനകം തന്നെ നിരവധി തവണയാണ് ജനവാസ മേഖലയിലിറങ്ങി പുലി വളർത്തുമൃഗങ്ങളെ അടക്കം കൊന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോടെന്ന മലയോര ഗ്രാമം. പകൽ സമയത്ത് ഗ്രാമം ഇത്ര സജീവമാണെങ്കിലും വൈകുന്നേരം 5 മണി കഴിയുന്നതോടെ കാര്യങ്ങൾ ഇങ്ങനെയല്ല. വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങാൻ പോലും പേടിക്കുന്ന സ്ഥിതി. എപ്പോൾ വേണമെങ്കിലും പുലിയുടെയോ കടുവയുടെയോ ആക്രമണത്തിന് ഇരയാകാവുന്ന അവസ്ഥ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സീതത്തോട്, ചിറ്റാർ, ആങ്ങമൊഴി, കൊക്കാത്തോട് എന്നിവിടങ്ങളിൽ സ്ഥിതി ഇതുതന്നെയാണ്. കുറേ നാളുകളായിട്ട് പുലിയുടെ മറ്റ് ക്ഷുദ്രജീവികളുടെ ശല്യം കാരണം തണ്ണിത്തോട്ടിൽ ടാപ്പിംഗ് ഫിഷ് ഏരിയയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ ഈ ടാസ്ക് ചെയ്ത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു തൊഴിലാളിയുടെ പശുവിനെ കടിച്ചു കൊന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം തൊഴിലാളികളെല്ലാം വളരെ ഭീതിയായിട്ടിരിക്കുകയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വനത്തോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങളിലാണ് പ്രധാനമായും പുലിയെ കാണുക. രാവിലെ 5:30 ടാപ്പിങ്ങിന് ഇറങ്ങുന്ന തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ കടുത്ത ഭീതിയിലുമാണ്. വേനൽ കടുക്കുമ്പോൾ വനത്തിനുള്ളിൽ വേട്ടയാടൽ നടക്കാതെ വരുമ്പോഴാണ് പുലി ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. ഇത്തവണ വേനൽക്കാലം ആരംഭിച്ചതിന് ശേഷം മാത്രം 1 ഡസനിലധികം തവണയാണ് പുലി നാട്ടിലിറങ്ങിയത്. ഇതിൽ 2 തവണ പ്രദേശവാസികൾ വളർത്തുന്ന 3 പശുക്കളെ ഭക്ഷണമാക്കുകയും ചെയ്തു. കാട്ടിൽ വെള്ളമില്ലാതാകുന്നതോടെ ആനക്കൂട്ടം കൂടി നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതോടെ എന്ത് ചെയ്യുമെന്ന അവസ്ഥയിലാണ് 5ഓളം ഗ്രാമങ്ങളിലെ താമസക്കാർ. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.